അപ്പോ സിറിഞ്ച് പറഞ്ഞ പോലെ ഷാരി മാം സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ ആദ്യമായിട്ട് എത്തുകയാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ട്. സ്റ്റാർ മാജിക്കിൽ ഈ പുതുമയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം യു മാം ടു സ്റ്റാർ മാജിക്. അയ്യോ, ഞങ്ങൾ ഗേൾസിന് എല്ലാവർക്കും മീഗോ അടിച്ചിട്ട് വയ്യ അല്ലേ? എന്ത് പറ്റി? 40 വർഷത്തിലേറെയായി നമ്മുടെ മലയാള സിനിമയിൽ. അപ്പോ പെട്ടെന്ന് ഷാരി മാമിന്റെ ആ ഒരു ഫേസിലേക്ക് വരുമ്പോ ഓഡിയൻസിലേക്ക് പോവാണ്. ഏത് സിനിമയാണ് പെട്ടെന്ന് മനസ്സിൽ വരണേ? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും ഒരു സിഗ്നേച്ചർ ആൻഡ് ഹൈലൈറ്റ് അല്ലേ? അപ്പം അത്രയും വലിയൊരു ബിഗ് ബാനറില് അങ്ങനെ ഒരു ഓഫർ വരുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു? അത് ആ ഒരു ഏജ് ആയതുകൊണ്ട് വളരെ കൂളായിരുന്നു. ആ ഏജിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അതുമാതിരി ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടുമോന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് പടം ദേശാടന കിളിക്ക് അറിയാറില്ല. അതിൽ എനിക്ക് ഒത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോള് കിട്ടിയത്. അതിനുശേഷം പടങ്ങളില്ല. അത് ടോം ബോയ് ലുക്ക് അല്ലേ? അപ്പോൾ ഇത് ഫെമിലിയർ ആയിട്ട് അയ്യോ പാവം പെൺകുട്ടിയായിട്ട് അഭിനയിക്കാൻ വരുവോ ഇല്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് കിട്ടിയില്ല. പിന്നെ പത്മരാജൻ സാറാണ് പിന്നെയും എനിക്ക് ആ അവസരം കൊടുത്തത്. ആൻഡ് ഇറ്റ് വാസ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. ആ ഒരു ഫിലിമിലാണ് ശരിക്കും സ്റ്റേറ്റ് അവാർഡ് മാമിനെ തേടിയെത്തത്. ശരിക്കും ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള ടൈറ്റിൽ മലയാളീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ് അല്ലേ? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ശരിക്കും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേ ടൈറ്റിൽ തന്നെയാണ് വിളിച്ചിരുന്നത്. മലയാള സിനിമയിലെ പൂച്ചക്കണ്ണുള്ള നായിക എന്നുള്ളത്. അതായത് എല്ലാവരും ചോദിക്കും ഈ പൂച്ചക്കണ്ണിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ലൈക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഞാനിന്ന് അതുപോലെ വന്നിരിക്കുക. ഞാൻ ആദ്യത്തെ ഒരു ക്ലൂ ഒക്കെ കൊടുത്തു. ആ ക്ലൂവിലാണ് അല്ല ഈ പൂച്ചക്കണ്ണുള്ളത് കൊണ്ട് നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് വന്നിട്ടുള്ള കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവില്ല. എലിയെ കണ്ടാൽ ദോഷമാണ്. എലിയെ കണ്ടാലോ? ശത്രുവാണല്ലോ പൂച്ചയും എലിയും. അയ്യോ, എടുത്തോണ്ട് പോടാ എന്നെ. പൂച്ച ഇവിടെ പ്രശ്നമാണ്. അതുണ്ട് പുള്ളിക്ക് പൂച്ച പേടിയാ. കണ്ടാ പിന്നെ പുലിമുരുകനെ മാതിരി ഉണ്ട്. കൊച്ചുനാളില് പൂച്ച കടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഭയങ്കര പേടിയാ പുള്ളിക്ക്. ഇത് പൂച്ചയാണോ പട്ടികളാണോ എനിക്ക് പിടുത്തമില്ല. പ്രേക്ഷകർക്ക് അറിയാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. ഈ പൂച്ചക്കണ്ണുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് ജസ്റ്റ് മിസ് എന്നുള്ള രീതിയിൽ കുറച്ച് ലൈക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല? വിഷമങ്ങള് പിന്നെ എന്റെ സ്കൂൾ ഡേയ്സിൽ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവരും എന്നെ പിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇല്ല ഭംഗിയാ. ഇപ്പൊ എനിക്ക് ആഫ്റ്റർ കമ്മിങ് ടു ദ ഫീൽഡ് ഐ കെയിം ടു നോ ഐ റിയലി എൻജോയ്ഡ് ആഫ്റ്റർ കമ്മിങ് ടു മലയാളം ഇൻഡസ്ട്രി. അതുവരെ തമിഴിലൊക്കെ ഒരു പടം ചെയ്തു. അതിൽ ആ ഡയറക്ടർ പറഞ്ഞു ഇല്ല ഈ കണ്ണ് നോക്കിയാൽ പിന്നെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ളത് മാതിരി, അതുകൊണ്ട് നിങ്ങൾ അത് ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്നെ കൊണ്ട് ബ്ലാക്ക് ലെൻസ് വെപ്പിച്ചു. ഒന്ന് ശരിക്കും ഒന്ന് ക്യാമറയിലേക്ക് ഒന്ന് ഞങ്ങൾ അത് ഒപ്പിയെടുത്തോട്ടെ. ലാഷസ് വെച്ചിട്ടുള്ള കാരണം ആ ഉള്ളിലെ ആ പൂച്ചക്കണ്ണൊന്ന് പ്രേക്ഷകർ ഒന്നടങ്കം മനസ്സിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. ഓ എന്റെ പാട്ടായിരിക്കും. ഈ സിനിമയിൽ കാണുന്ന ഷാരി ഇത്ര വർഷങ്ങളായിട്ട് അന്നും ഇന്നും എങ്ങനെ ഒരുപോലെ ഇരിക്കണേ? ശരിയല്ലേ?